നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. വലിയ നോമ്പിന്റെ ദിനങ്ങളിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. ഇന്ന് നോമ്പിന്റെ 12ാം ദിനം. എന്താണ് നോമ്പ്? മറ്റുള്ളവരെ കുറിച്ച് നോവും അൻപും നിറഞ്ഞ അവസ്ഥ. ഇന്നത്തെ ചിന്തയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. യേശു തമ്പുരാൻ, ശതാധിപൻ, ബാല്യക്കാരൻ എന്നിവരെ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. ആരാണ് ശതാധിപൻ? 100 പടയാളികളുടെ ചുമതലയുള്ള ഒരു വ്യക്തി. റോമൻ സൈന്യത്തിന്റെ ശതാധിപനായിരുന്നു ഇദ്ദേഹം. യഹൂദനല്ലായിരുന്നു. 3 ചിന്തകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. 1. നോവും അൻപും നിറഞ്ഞ ശതാധിപൻ. കഠിനമായ വേദനയിൽ ഞെരുങ്ങുന്ന പക്ഷപാതക്കാരനായ ബാല്യക്കാരനെ കണ്ട ശതാധിപന് നോവുണർത്തുന്നു. മറ്റുള്ളവരുടെ വേദന നിങ്ങളെ അലട്ടാറുണ്ടോ? 2. യേശു തമ്പുരാന്റെ അടുത്തെത്തുന്ന ശതാധിപൻ. ഇവിടെ യേശു തമ്പുരാനും ശതാധിപനുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. കർത്താവേ, നിനക്ക് കഴിയും, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്ന ശതാധിപന്റെ ആഴമേറിയ വിശ്വാസം യേശു തമ്പുരാന് സന്തോഷവും അത്ഭുതവും ഉണർത്താൻ കാരണമാകുന്നു. ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിന്റെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം യേശു തമ്പുരാന് കണ്ടെത്താൻ കഴിയുമെന്ന് നമുക്ക് വിശ്വാസമുണ്ടോ? 3. ബാല്യക്കാരന് പൂർണ്ണ സൗഖ്യം ലഭിക്കുന്നു. ശതാധിപന്റെ ഹൃദയത്തിന്റെ നോവും ബാല്യക്കാരനോടുള്ള സ്നേഹവും ഇവ മനസ്സിലാക്കിയ യേശു തമ്പുരാൻ ജോലിക്കാരന് പൂർണ്ണ സൗഖ്യം നൽകുന്നു. എത്ര സന്തോഷകരമായ നിമിഷം! പ്രശസ്ത എഴുത്തുകാരനായ ഖലീൽ ജിബ്രാമിന്റെ ഒരു കഥ ഇപ്രകാരമാണ്. ഒരു സാദാ ചിപ്പിയും മുത്തുച്ചിപ്പിയും ഒരുമിച്ച് കണ്ടു. സാദാ ചിപ്പി വലിയ സന്തോഷത്തിലും മുത്തുച്ചിപ്പി സങ്കടത്തിലുമാണ്. മുത്തുച്ചിപ്പി പറഞ്ഞു, ഞാൻ വലിയ കഷ്ടതയിലാണ്. അത് കേട്ട സാദാ ചിപ്പി പറഞ്ഞു, എനിക്ക് നിന്നെ പോലെ കഷ്ടതയൊന്നുമില്ല, ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഇത് കേട്ട് അതുവഴി പോയ ഒരു ഞണ്ട് പറഞ്ഞു, സാദാ ചിപ്പി, നിനക്ക് നോവൊന്നുമില്ല, അതാണ് നീ സന്തോഷമെന്ന് പറയുന്നത്. അതുപോലെയല്ല മുത്തുച്ചിപ്പിയുടെ വേദന. ലോകത്തിന് വേണ്ടി ഒരു മുത്ത് നൽകുന്ന വേദനയാണ് മുത്തുച്ചിപ്പി അനുഭവിക്കുന്നത്. ആ ഞണ്ട് പറഞ്ഞത് എത്ര വലിയ സത്യമാണ്! മുത്തുച്ചിപ്പി ഒരു മുത്ത് നൽകാൻ എത്രത്തോളം വേദന അനുഭവിക്കുന്നു. അതുപോലെ തന്നെ ഈ വലിയ നോമ്പിന്റെ ദിനങ്ങളിൽ നാം ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി വേദന അനുഭവിക്കുവാനും ലോകത്തിനു വേണ്ടി പ്രകാശിക്കുവാനും കഴിയട്ടെ. മറ്റുള്ളവരുടെ വേദന പേറുന്ന ഒരു മുത്തുച്ചിപ്പിയായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു, നിർത്തുന്നു. നന്ദി, നമസ്കാരം.